ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നമുക്ക് എങ്ങനെയാണ് ചുരിദാറിലും ബ്ലൗസിലൊക്കെ നമ്മൾ ഹെമ്മിങ് ചെയ്യുക എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു സൂചി നൂലെടുക്കുക. അപ്പോൾ ഒരൊറ്റ ആയിട്ട് നമുക്ക് നൂലെടുത്താൽ മതി. ഇതുപോലെ നമ്മൾ ഒരു സൈഡിൽ കെട്ടാതെ ഇങ്ങനെ വെക്കുക. അതിൻ്റെ അറ്റത്ത് ഇതുപോലെ നമുക്ക് ഒരു കെട്ടിട്ട് കൊടുക്കുക. ഇതുപോലെ ചുരുട്ടിയിട്ട് കെട്ടിട്ടാൽ മതി. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതുപോലെ വെക്കുക. ഇനി നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇതുപോലെ മടക്കി വെച്ചിട്ട് നേരെ ഉൾവശത്തിൽ നിന്ന് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ആദ്യം ഇതുപോലെ ഒരു കെട്ടിടുക. ഉൾവശത്തിൽ നിന്നാണ് നമ്മൾ ചെയ്യണത്. ഇതുപോലെ പിടിക്കുക. എന്നിട്ട് അപ്പം നമ്മൾ നല്ല വശത്തേക്ക് താഴ്ഭാഗത്താണ് നല്ല വശമുള്ളത്, അവിടെ ചെറുതായിട്ട് കുത്തിയാൽ മതി. ചെറിയ അയൽ കുത്തിയിട്ട് മുകൾ ഭാഗത്ത് ഉൾവശത്ത് ഇതുപോലെ കുറച്ചധികം ഉണ്ടായിട്ട് കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ താഴ്ഭാഗത്ത് കുത്തുന്നതാണ് നല്ല ശ്രദ്ധിക്കേണ്ടത്. അതായത് നല്ല വശത്തേക്ക് കുത്തുമ്പോൾ ചെറിയ രീതിയിൽ കുത്തിയാൽ മതി. ചീത്ത വശത്ത് നമുക്ക് ഇത്ര സ്പേസ് ഇട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ കുഴപ്പമില്ല കേട്ടോ. ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ താഴ്വശത്ത് കുത്തണത് മാത്രം നല്ല ശ്രദ്ധിച്ചാൽ മതി. കാരണം നമുക്ക് പുറമേക്ക് അധികം കാണാൻ പാടില്ല സ്റ്റിച്ചിങ്. ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് വേറെ കളർ നൂലെടുത്തിട്ടുള്ളത്. അപ്പോൾ സെയിം കളർ നൂല് തന്നെ ആകുമ്പോൾ നമുക്ക് ഒട്ടും മനസ്സിലാവില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും. ഇതുപോലെ വരിക. ഇത് ഉൾവശത്ത് ഇതുപോലെ ഇങ്ങനെ കാണും. ഇനി നമുക്ക് ഇവിടെ നിന്ന് സ്റ്റിച്ച് കൊടുക്കുക, കെട്ടിട്ട് കൊടുക്കുക. കാണിച്ചു തരാം പുറം വശം എങ്ങനെയാണ് ഇരിക്കണമെന്ന്. ഇതുപോലെ സ്റ്റിച്ചിട്ട് ഉൾവശത്ത് ഇതുപോലെ ഇരിക്കും. ഇതാണ് നല്ല വശം. നല്ല വശത്ത് ജസ്റ്റ് ഒരു ഡോട്ട് മാത്രമേ കാണുള്ളൂ. ഇതുപോലെ ഡോട്ടായിട്ട് മാത്രമേ കാണുള്ളൂ. സെയിം കളർ നൂലാണെങ്കിൽ നമുക്ക് ഇങ്ങനെയും മനസ്സിലാവില്ല കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ.